ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കഥാസ് വ്ലോഗ് സമൂസ്. ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ചായ റെഡിയായി. പിന്നെ നമ്മൾ നാടൻ കോഴി ഡ്രസ്സ് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിനെടുത്ത് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കുറേ പണികളുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അങ്ങനെ നമ്മളെല്ലാവരും ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ. പ്രകൃതിയുടെ വികൃതികളൊക്കെ നമ്മൾ കുറേ കണ്ടു. ഇപ്പോൾ മഴയ്ക്കൊന്ന് ശാന്തമായിട്ടുണ്ട്, പ്രകൃതി ഒന്ന് ശാന്തമായ പോലെ തോന്നിയിട്ടുണ്ട്. നമ്മുടെ മനസ്സുകൾ മാത്രമേ ഇനി ശാന്തമാവാനുള്ളൂ അല്ലേ. നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞ അത് നമുക്ക് വാർത്തകളാണ്, പക്ഷെ അവർക്ക് ദുരന്തമാണത്. നമുക്ക് തന്നെ അത് കാണുമ്പോൾ സഹിക്കാൻ പറ്റണില്ല അല്ലേ. അപ്പോൾ അവരുടെയൊക്കെ ഒരു അവസ്ഥ, അത് അനുഭവിക്കുന്നവരുടെ അവസ്ഥ ഭയാനകം തന്നെയാണ് കേട്ടോ. നമ്മളമ്മമാരെ സംബന്ധിച്ച് കുഞ്ഞു മക്കളെ നഷ്ടപ്പെടാന്ന് പറയുമ്പോൾ പിന്നെ നമ്മളെ എന്തിനാ ഭൂമിയിലെന്ന് തോന്നും. അതുപോലെ അവിടെ വേദന അനുഭവിക്കുന്ന എല്ലാ അമ്മമാരെയും ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ല കേട്ടോ ഞാൻ. അപ്പോൾ ഞങ്ങളും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാണ്. ഇന്നിപ്പോൾ അവർക്ക് വന്നു, നാളെ പിന്നെ നമുക്കാവാം. അപ്പോൾ നമുക്കിതൊക്കെ ജീവിതം നൽകുന്ന ഒരു പാഠങ്ങളാണ് കേട്ടോ. ഉള്ള സമയം എല്ലാവരുമായിട്ട് രമ്യതയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എന്താ പറയുക, നല്ല രീതിയിൽ എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവുക. കുറച്ച് നാളല്ലേ ഭൂമിയിൽ നമുക്ക് വസിക്കാൻ ദൈവം തന്നിട്ടുള്ളൂ. അത്രയും നാൾ സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാം അല്ലേ ഭൂമിയിൽ. അപ്പോൾ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു, കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. അമ്മയുള്ള കാരണം ഇത്രയും ദിവസം അമ്മ ഉണ്ടായിരുന്നു, ഇപ്പം അമ്മ പോയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അമ്മ പോയി. അപ്പോൾ അതിൻ്റെ സങ്കടമുണ്ട്. അപ്പോൾ അമ്മയുള്ള കാരണം മാമിക്കുട്ടി നല്ല വിലസി നടക്കായിരുന്നു കേട്ടോ. പുറത്തൊക്കെ എപ്പോൾ വേണമെങ്കിലും അവൾക്ക് ഇറങ്ങാമല്ലോ, അമ്മ കൂടെ പോയിക്കോളുമല്ലോ. എൻ്റെ അടുത്ത് നടക്കില്ലായിരുന്നു. എൻ്റെ പണികളവിടെ ചുറ്റിപ്പോവുമല്ലോ. അവളെ കൊണ്ട് പുറത്ത്, ആമിക്കുട്ടീനെ കൊണ്ട് എപ്പോഴും പുറത്താക്കി അങ്ങനെ പോകാൻ പറ്റില്ല. നമ്മുടെ ഒഴിവ് നോക്കിയിട്ട് വേണ്ടേ. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് രാവിലത്തേക്ക് ഉഴുന്ന് വെള്ളത്തിലിടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയിരുന്നു. ഞാൻ നേരത്തെ തന്നെ ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് നേരത്തെ തന്നെ അരച്ച് വെക്കും കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ വീർത്ത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതാണെന്ന് തോന്നും. പിന്നെ അവിടെയൊക്കെ കിച്ചണൊന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്തു. അങ്ങനെ കിച്ചണിലെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ അല്ല. നമ്മുടെ മനസ്സിൽ എപ്പോഴും അർജുനെ പറ്റിയും വയനാടിലെ മക്കളെ പറ്റിയും അവരുടെ ദുരന്തത്തിനെ പറ്റിയും കുഞ്ഞുമക്കളുടെ മുഖമൊക്കെ ഇങ്ങനെ മിന്നി മറയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു ബീൻസില്ലേ, നമ്മൾ കറിക്ക് കൊണ്ടുവരുന്ന ബീൻസ്, അതിലൊരു മൂത്ത ബീൻസിൻ്റെ വിത്ത് കിട്ടി എനിക്ക്. അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചേ. അറിയാലോ എൻ്റെ കൃഷിപ്രേമം, ഇങ്ങനെ ഒന്നും കിട്ടിയാൽ ഞാൻ വെറുതെ കളയില്ല കേട്ടോ, അതിനൊരു ജീവൻ കൊടുക്കാൻ നോക്കും. അപ്പോൾ അത് ഞാൻ നട്ട് കൊടുത്തു. ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ദിവസമായിപ്പിക്കും അത് മുള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നടണതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ മെഷീനിൽ തുണികളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് മുകളിൽ വിരിച്ചിടണം. പിന്നെ ഇനി ഇത് നമ്മുടെ വള്ളിപ്പയറില്ലേ, ചുമന്ന പയറില്ലേ, റെഡ് കളറിലുള്ളത്, അതിൻ്റെ വിത്ത് ചോദിച്ചേട്ടൻ വാങ്ങിച്ചു കൊണ്ടതാണ് കേട്ടോ. അപ്പോൾ അതിനൊന്ന് വായിച്ച് നോക്കിയതാണ് ഞാൻ. 30 രൂപ കേട്ടോ ഈ ഒരു പാക്കറ്റിന്. അപ്പോൾ 30 രൂപയുടെ ഒരു പാക്കറ്റിൽ എത്ര വിത്തുണ്ടെന്ന് ഞാൻ എണ്ണി നോക്കിയില്ല കേട്ടോ. ഞാനിപ്പോൾ അതിൽ നിന്ന് ആവശ്യമുള്ള വിത്തെടുത്ത് നമ്മൾ പയർ നട്ടാണ് ആ ചാക്കിൽ 1-2 വിത്തും കൂടി പാകാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഈ വിത്തും കൂടി പാകി നോക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ടെറസിലേക്ക് പോകല്ലോ. അപ്പോൾ അവിടെ എന്തെല്ലാം പണികളുണ്ട്, അതിനനുസരിച്ചുള്ള സാമഗ്രികളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകലാണ് കേട്ടോ പണി. തുണി കൊണ്ടുപോകണതിൻ്റെ ഉള്ളിക്കൂടെ തന്നെ, അല്ലെങ്കിൽ പിന്നെ കുറേ വട്ടം കയറി ഇറങ്ങണ്ട. അപ്പോൾ ചേട്ടൻ മുളക് തൈകൾ കുറേ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഗ്രോ ബാഗും വളമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ചീരയൊക്കെ കട്ട് ചെയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കട്ട് ചെയ്യണ ഒരു ദിവസം. കുറേ നിന്നാലേ ചിലപ്പോൾ ഇനി പൂത്തു പോവും. ടെറസിലായ കാരണമാണ് കേട്ടോ ഇങ്ങനെ ഗ്രോത്തിൽ എനിക്ക് കിട്ടിയത്. മഴയത്ത് ഞാൻ പറഞ്ഞില്ലേ, മഴയത്ത് വെച്ചതൊന്നും നമുക്ക് ഹെൽത്തി ആയിട്ട് കിട്ടിയില്ല.
അപ്പോൾ നമ്മളിങ്ങനെ നട്ട് കൊടുക്കണതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കുക, നമുക്ക് ഇതന്നെ ഭയങ്കര സന്തോഷം. അപ്പോൾ അതിലെ ന്യൂസിൽ നമ്മൾ കണ്ടില്ലേ, ഓരോരുത്തർ അവരുടെ സ്വപ്ന ഭവനങ്ങൾ തീർത്തിട്ട് കുറച്ച് നാളുകൾ അതിൽ അവർക്ക് താമസിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഓരോരുത്തർ പറയണ കാണുമ്പോൾ ചങ്ക് പൊട്ടി ഇങ്ങനെ അവർ പറയണ കാണുമ്പോൾ നമുക്കും എന്തോ പോലെ കേട്ടാ. നമ്മുടെ വീട്ടിൽ സംഭവിച്ചൊരു ദുരന്തം പോലെയാണ് എനിക്ക് തോന്നണേ. അർജുൻ്റെ കേസ് അറിയാലോ, ഇപ്പോൾ കിട്ടും എന്ന് വിചാരിച്ച് അതും ഒന്നും ആയില്ല. ഇപ്പം അതിൻ്റെ പിന്നാലെ ഇത് നമുക്കൊക്കെ താങ്ങാൻ പറ്റണേലും അക്രമം കേട്ടോ. അപ്പോൾ അവിടെയുള്ള ഒരു മക്കളിലൊക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? ഞാനിങ്ങനെ ആലോചിക്കും, ചെറിയ മക്കളുള്ള അമ്മമാരുടെയും വയ്യാതിരിക്കണ അമ്മച്ചിമാർ അവരുടെയൊക്കെ ഒരു അവസ്ഥ, ക്യാമ്പിലുള്ള ജീവിതം. പിന്നെ അവർക്കൊന്നും ഒരു മരവിച്ച മനസ്സില്ല. അവരെന്തൊക്കെയോ നമ്മളോട് സംസാരിക്കുന്നുണ്ട് മീഡിയാസിനോട്, പക്ഷെ അവരുടെ മനസ്സ് അവിടെ ഒന്നല്ലാന്ന്, അവിടെ ഒന്നും ഇല്ല. അവരിങ്ങനെ ജീവനോടെ ഉണ്ടെന്നുള്ളൂ. ഇനി അവർ തരണം ചെയ്യണമെങ്കിൽ അവർക്ക് നല്ല കൗൺസിലിങ്ങൊക്കെ കിട്ടേണ്ടത് അത്യാവശ്യം തോന്നണം. അതിൻ്റെ അധികാരികൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. ഒറ്റപ്പെട്ടു പോയ എത്രയോ ജന്മങ്ങളായില്ലേ അവിടെ. കഷ്ടം. കുഞ്ഞു മക്കളതിനൊക്കെ ഇങ്ങനെ എടുക്കണ കാണുമ്പോഴേ ഭയങ്കര ഒരു ഇത്. അപ്പോൾ നമ്മൾ തുണി വിരിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ടെറസിൽ. ഇങ്ങനെ മഴയായിരുന്നേ, ശരിക്കും നമുക്കിങ്ങനെ ഉണങ്ങിയ പോലെയൊന്നും കിട്ടണില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യത്തിന് ഒരു ഇതായിട്ട് കിട്ടുന്നുണ്ട് തുണികൾ. അപ്പോൾ ഞാനിങ്ങനെ ടെറസിലേക്ക് വരുമ്പോൾ കോഴികൾ അല്ലെങ്കിൽ ഓടി വരാറുണ്ട്. ഇപ്പം ചേട്ടൻ അവർക്ക് കുറേ നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് വേസ്റ്റ് കൊണ്ടുവരുമല്ലോ പച്ചക്കറിയുടെ, അപ്പോൾ അതൊക്കെ കഴിച്ച് ഇങ്ങനെ വയ്യാണ്ടിരിക്കാൻ കേട്ടോ. അവർ നല്ല ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക വരും. പിന്നെ മഴയൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൂട്ടം കൂടി ചൂട് തട്ടിങ്ങനെ ഇരിക്കണ പാവങ്ങൾ. നല്ല മഴയല്ലേ, നമുക്ക് തന്നെ നല്ല തണവല്ലേ. അപ്പോൾ എൻ്റെ തുണി വിരിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അമ്മയുടെ സാരി മാത്രം വേഗം ഉണങ്ങി കിട്ടും, അതത്ര കനം കുറവല്ലേ. കോട്ടൺ ആയാലും മറ്റേ ഷിഫോൺ ആയാലും പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ കട്ടിയുള്ള നമ്മുടെ തുണികൾ ഉണങ്ങാനാണ് കുറച്ച് പാട്. ഇനിയിപ്പോൾ തുണി വിരിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ചെറിയ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചേട്ടൻ നമ്മുടെ നാടൻ മുളകിൻ്റെ വിത്ത് മുളപ്പിച്ച് വെച്ചറിഞ്ഞത്. അപ്പോൾ ഈ ഒരു ചാക്കിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്ന പയറിൻ്റെ വിത്ത് നട്ടു കൊടുക്കാൻ പോണത്. അപ്പോൾ ഇതിൽ ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കൊണ്ടുവന്ന പയറിൻ്റെ വിത്ത് നട്ടു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വളങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വളം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കൂട്ടിൽ നിന്നുള്ള ആ വേസ്റ്റ് മാത്രം നമ്മൾ ഇട്ടിട്ടുണ്ട്. പയറൊന്ന് കീടശല്യങ്ങളൊന്നും ഇല്ലാണ്ട് പിടിച്ച് കിട്ടിയാൽ നമ്മൾ വ്ളോഗിൽ കണ്ടിട്ടില്ലേ, നമുക്ക് ഇഷ്ടം പോലെ പയർ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചീര ഉണ്ടായിരുന്ന ഗ്രോ ബാഗ്, അപ്പോൾ ഇതും കൂടി ഒന്ന് മാന്തി അതിൽ നമ്മൾ കൊണ്ടുവന്ന ഗ്രീൻ ബീൻസ് എന്ന് പറയണം, ബീൻസിൻ്റെ വിത്തില്ലേ, അത് നട്ടു കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇട്ട് കൊടുത്തത് കോഴിക്കാഷ്ടമാണ്. അപ്പോൾ അതിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് മിഡിലായിട്ട് ഒരു കുഴി എടുത്തിട്ട് അതിൽ ബീൻസ് നട്ടിട്ടുണ്ട്. നമ്മളൊന്ന് നനച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ നട്ടു കൊടുത്തതിനൊക്കെ. അപ്പോൾ അതിൻ്റെ അടുത്തിരിക്കുന്ന ആ പച്ചമുളക് തൈകളും കൂടി ഒന്ന് നട്ടു കൊടുത്തു. അത് കഴിഞ്ഞ് ബിഗോണിയയുടെ അടുത്തേക്ക് വന്നപ്പോഴേ അതിൽ 2 പുഴുക്കുട്ടന്മാരിരിക്കണേ. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ നശിപ്പിച്ച് കളഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ ഇത് നമ്മുടെ ചെടി കണ്ട മഴയായാലും നമുക്ക് നിറച്ച് പൂക്കളുണ്ടാവുന്നുണ്ട്. മഴ കൊള്ളാതെ ഇങ്ങനെ വെക്കണ കാരണമാണ് കേട്ടോ. അത് അത്യാവശ്യത്തിന് വെയിലും നനവൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്നാലേ അതിൽ പൂക്കളുണ്ടാവുള്ളൂ. മഴയത്ത് നിന്നാൽ ഇതിങ്ങനെ അധികം ആയുസ്സില്ലാത്ത ചെടിയെ പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ അതിലെ പുഴുക്കുട്ടന്മാരെ ഓരോന്നിനും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ നമ്മൾ കിച്ചൺ വേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതപ്പോൾ ഒരു ബോട്ടിലാക്കിയിട്ട് ഒന്നിതുപോലെ തെളിച്ച് കൊടുത്തു. ആ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ ഉള്ള കാരണം അതിന് നല്ല സ്മെല്ലുണ്ടാവും. അധികം കീടശല്യങ്ങളൊന്നും അങ്ങനെ വരില്ല. അപ്പോൾ നമ്മൾ പരിപാലിക്കണ ഏതൊരു ചെടി ആയാലും പച്ചക്കറി ആയാലും നമ്മൾ എന്നും പോയി ഇങ്ങനെ നോക്കണം കേട്ടോ, കീടങ്ങളൊക്കെ ഉണ്ടോ. എന്നാലൊക്കെ നമ്മുടെ കൃഷി, ചെറിയ അടുക്കളത്തോട്ടം ഇതിലെ ആ ചെറിയ കൃഷി വിജയിച്ച് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് താഴെ വന്നു. അപ്പോഴേക്കും അമ്മാമ്മയും മോളും സർക്കിട്ടൊക്കെ കഴിഞ്ഞിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണീനെ കുളിപ്പിക്കേണ്ട നേരെ. അപ്പോൾ അവളെ ഒന്ന് കുളിപ്പിച്ച് ചെറിയൊരു മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്തു. ഒന്നുമില്ല, ഒരു പൊട്ട് തൊട്ട് കൊടുത്തു. അതന്നെ.
പിന്നെ ഇതെന്താ സംഭവം എന്ന് മനസ്സിലായി. ഞാൻ ആ ചക്ക നല്ലോണം ഉള്ള സമയത്ത് ഒരു കവറിലാക്കിയിട്ട് കുറച്ച് ചക്ക ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പച്ച ചക്ക കേട്ടോ, വേവിച്ചിട്ടൊന്നുമില്ല, വെറുതെ ചക്ക പറിച്ച് അരിഞ്ഞ് ഈ കവറിലാക്കിയിട്ട് നല്ല ടൈറ്റാക്കിയിട്ട് വെച്ചു ഫ്രീസറിൽ. അപ്പോൾ ഇപ്പോൾ ഒരു 3 മാസമായിട്ടുണ്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടേ. ഇനിയിപ്പോൾ ഇരുന്നാൽ നാശമായി പോവാമോന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് വീഡിയോസിൽ നോക്കിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ അവർ പറയണ വേവിക്കാതെ വെക്കണ ചക്ക ഉണ്ടല്ലോ, വാട്ടിയിട്ടാണല്ലോ സാധാരണ എടുത്ത് വെക്കാറ്. വേവിക്കാതെ വെക്കണ ചക്ക ഒരു 3 മാസമൊക്കെ ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 3 മാസമായി ഞാനിത് എടുത്ത് വെച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇതെടുത്ത് ഒരു ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ തൃശ്ശൂർ അങ്ങനെയാണ് കേട്ടോ പറയുക, ഇങ്ങനെ ഉള്ളിയും മുളകും ചതച്ചിട്ടിട്ട് നമ്മുടെ ക്രഷ്ഡ് ചില്ലിയൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ഉപ്പേരിയില്ലേ. അപ്പോൾ തൃശ്ശൂർ അധികം ആ ഉപ്പേരി കൂട്ടാൻ കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. ചൂട് കട്ടനും കൂടി ഉണ്ടെങ്കിൽ ഉഷാറായി കാര്യങ്ങൾ. അപ്പോൾ അത് കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. അപ്പോൾ ആ കറക്റ്റായിരുന്നു ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളം. പിന്നെ ഇതിങ്ങനെ ആകെ ഇങ്ങനെ ചുങ്ങിയൊക്കെ ഇരിക്കണ കണ്ടപ്പോൾ എനിക്ക് പേടിയായിരുന്നു കേട്ടോ. ഇത് നാശമായെന്ന് തോന്നണേ. ഞാൻ എടുത്തു പറഞ്ഞ ഒരു പീസ് കടിച്ചൊക്കെ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അത് വെന്ത് കഴിഞ്ഞ് സമാധാനമായത്. വെന്തപ്പോൾ ശരിക്കും നമ്മൾ ചക്ക നമ്മൾ ഫ്രഷായിട്ട് എടുത്ത് വെച്ചിട്ട് വേവിക്കില്ലേ, അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടാ. ഞാനിപ്പോൾ സ്പീഡിലിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. നല്ല കട്ടിക്ക് തന്നെ ആ ചോളയുടെ ആ ഒരു കട്ടിയിൽ തന്നെ കിട്ടിയിട്ടാ. അപ്പോൾ ഈ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടിയിൽ. ഇപ്പം നമ്മൾ ഈ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വറ്റൽമുളകില്ലേ അതും കൂടി ക്രഷ് ചെയ്തിട്ട് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നല്ലപോലെ വഴറ്റാട്ടോ. നല്ലപോലെ വഴറ്റില്ല, നല്ലപോലെ മൊരിച്ച് തന്നെ എടുക്കണം. അപ്പം നല്ല ഇങ്ങനെ ക്രിസ്പ് ചെയ്ത് തുടങ്ങില്ലേ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ചക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഉപ്പേരി കൂട്ടാൻ റെഡിയായി. അപ്പോൾ ഇതിന് ഇന്ന് കോമ്പിനേഷനായിട്ട് എടുത്തത് ചാള മുളക് വറ്റിക്കില്ലേ നമ്മൾ, അതുപോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇപ്പോൾ നല്ല ഉഷാറായി കാര്യങ്ങൾ. കട്ടൻ എടുക്കണമെന്ന് വിചാരിച്ചു. രാത്രി കാരണം എല്ലാവരും പറഞ്ഞു ഇനി ഫുഡ് കഴിക്കണ്ടല്ലോ, കട്ടൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കട്ടൻ എടുത്തില്ല കേട്ടോ. കട്ടനും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പിന്നെ എനിക്കും കുറച്ച് വേറെ കുറേ പണികളുള്ള കാരണം അങ്ങനെ ഇരുന്ന് കഴിക്കാനൊന്നും ആസ്വദിച്ച് കഴിക്കാനൊന്നും ടൈം കിട്ടില്ല. ചേട്ടൻ കഴിച്ചപ്പോൾ ഞാനും കുറച്ച് ടേസ്റ്റ് നോക്കി, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പേരിക്കൂട്ടാൻ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഉള്ളത് ഞാൻ വിളമ്പി കൊണ്ടുകൊടുത്തു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എല്ലാവർക്കും കൊണ്ടുകൊടുത്ത് അവർ കഴിക്കണ കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അവർ നന്നായെന്ന് പറഞ്ഞാൽ അതിലേറെ ഇഷ്ടമായി. നമുക്കതൊക്കെയല്ലേ ഉള്ളൊരു സന്തോഷം. അപ്പോൾ അവർക്ക് നമ്മുടെ ആമിക്കുട്ടി എന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ അന്വേഷിച്ച് ഇങ്ങനെ അടുക്കളയിലേക്ക്. അപ്പോൾ ഞാനിതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നു, ദൈവമേ വയനാട് എത്ര കുട്ടികളാണ് അനാഥരായത്, എത്ര പേർക്ക് അവരുടെ മക്കളെ നഷ്ടപ്പെട്ടു, കുഞ്ഞു മക്കൾക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെ ഈ ആമിക്കുട്ടിയുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോഴേ ഞാൻ എന്താ പറയുക, ഉറക്കത്തിലൊക്കെ എണീക്കുക. ഞാൻ പുലർച്ചെയാണ് ആമിക്കുട്ടി ഒന്ന് ഉറങ്ങണമെങ്കിൽ. പക്ഷേ എനിക്ക് ആ സമയത്തൊന്നും എനിക്ക് മര്യാദയ്ക്ക് ഉറങ്ങാനേ പറ്റണില്ല. മഴ പെയ്യുമ്പോൾ എണീക്കും, ആമിക്കുട്ടീനെ തപ്പി നോക്കും. പിന്നെ പുതപ്പൊക്കെ നീങ്ങിപ്പോയിട്ട് ബ്ലാങ്കറ്റൊക്കെ നീങ്ങിപ്പോയിട്ടുണ്ടോ നോക്കും. ഭയങ്കര ഒരു പേടി. പിന്നെ ചേട്ടനെ എണീപ്പിച്ച് മക്കളെ റൂമിലേക്ക് വിടും. അവരൊക്കെ മഴ പെയ്യുന്നുണ്ട് നോക്കി അവർ പോയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിങ്ങനെ ഭയങ്കര പേടി കടന്ന കുറച്ച് ദിവസങ്ങളായി പോയിട്ടത്. അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ, അവർക്കൊന്നും ആ ഉരുളി പൊട്ടിയതിൻ്റെ ശബ്ദമൊന്നും പോയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നണേ. അതൊക്കെ തരണം ചെയ്ത് അവർ വന്നാൽ മതിയായിരുന്നു ജീവിതത്തിലോട്ട്. പമ്മൂസിന് ചക്കക്കൂട്ടാനും ചോറും മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവളത് കഴിക്കുന്നുണ്ട്. പിന്നെ കേക്ക് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിപ്പിംഗ് ക്രീം കണ്ടപ്പോൾ ഐസ്ക്രീമാന്ന് വിചാരിച്ചിട്ട് ആമിക്കുട്ടി അതൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നടക്കുന്നുണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ, മുഖത്തൊക്കെ വെച്ച് തേച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊച്ചിന് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ടേസ്റ്റ് ചെയ്ത് ഇങ്ങനെ നടക്കുക. അപ്പോൾ അമ്മമാർക്കുള്ളതും ഒക്കെ വിളമ്പി കൊടുത്തു. പിന്നെ ചോദിച്ചേട്ടൻ ഫ്രഷാവാൻ പോയേക്കുക കടയിൽ നിന്ന് വന്നിട്ട്. അപ്പോൾ അതേ ചേട്ടനുള്ളതും എനിക്കുള്ളതും ആ പ്ലേറ്റിൽ തന്നെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ചേട്ടന് നല്ല ഇഷ്ടമായി, നന്നായിട്ടുണ്ട്, ഇത് കുഴപ്പമില്ല സംഭവം. അപ്പോൾ ഇങ്ങനെ ചക്കൊക്കെ വീട്ടിലുള്ളവർ
അയ്യോ എൻ്റെ തൊണ്ടയിൽ എന്തോ പറ്റി. ചക്കയൊക്കെ വീട്ടിലുള്ളവർ ഇങ്ങനെ ചെയ്ത് നോക്കിട്ടാ, കുഴപ്പമുണ്ടാവില്ല. എന്താ പറയുക, ഫ്രഷിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ലെങ്കിലും നമ്മൾ ഫ്രഷായിട്ട് പറിച്ചെടുക്കണതില്ലെങ്കിലും ചക്ക കൂട്ടാൻ എന്നുള്ളൊരു ഇതിൽ വലിയ കുഴപ്പമില്ല. ഒരു 80% 85% ഓക്കെയാണ് കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പിന്നെ എല്ലാവർക്കും അത് കൊടുക്കൽ കഴിഞ്ഞു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ കേക്കൊക്കെ എന്തിനാണ് ഉണ്ടാക്കിയെന്ന്. അപ്പോൾ ബാറ്ററൊക്കെ റെഡിയാക്കി കേക്കൊക്കെ. അപ്പോൾ നമ്മുടെ പഞ്ചസാര ടീന് തുറന്ന് വെച്ചപ്പോൾ ആമിക്കുട്ടി വരണുണ്ടോ. ആമിക്കുട്ടിക്ക് പഞ്ചസാര കൊതിച്ച് തന്നിട്ട് ഞാനങ്ങനെ ആമിക്കുട്ടികളപ്പോൾ പരമാവധി എടുക്കില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ അതിങ്ങനെ വായിൽ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് കാരണം ഞാൻ ആമിക്കുട്ടീനെ ഇങ്ങോട്ട് വിടല്ലേ എന്ന് പറയാം. പക്ഷേ മമ്മി എന്ന് വിളിച്ച് ഇങ്ങനെ വരും കേട്ടോ പിന്നാലെ. അപ്പോൾ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ കേക്ക് ഉണ്ടാക്കണം. കേക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഡെക്കറേഷൻ്റെ കാര്യങ്ങൾ ഐസിങ്ങൊക്കെ നമ്മുടെ അമ്മൂസ് ചെയ്തോളും. അത് കാരണം സുഖമാണ്. കേക്ക് ഉണ്ടാക്കിയാണ്ട് കൊടുത്താൽ മതി. അമ്മൂസ് അത് ആസ്വദിച്ച് ചെയ്യണ ഒരു ജോലിയാണ്. അങ്ങനെ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുമ്പോൾ അത് നിരുത്സാഹപ്പെടുത്താറില്ല കേട്ടോ. നമുക്ക് അത്ര ലാഭമായില്ലേ. അവൾ ഫ്രീ ആണെങ്കിൽ അത് അവൾ ചെയ്തു തരും കേട്ടോ. അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ഐസിങ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ബോറടിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ആ മേലത്തെ ആ ഒരു ഇത് ശരിയാവണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അമ്മൂസാണെങ്കിൽ അത് പെട്ടെന്ന് ശരിയാക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ ബട്ടറാണ് ചേർത്തത്. ഇപ്പോൾ ബട്ടർ ഇട്ടാൽ എനിക്ക് സൺഫ്ലവർ ഓയിൽ അങ്ങനെ ഞാൻ അധികവും ചേർക്കാറില്ല. എനിക്ക് ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റ് കേക്കിൽ വരുമ്പോൾ നല്ല ടേസ്റ്റുള്ള പോലെ തോന്നാറുണ്ട്. അത് കാരണം ഞാൻ ബട്ടർ മാത്രമേ ചേർക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അമ്മൂസ് എനിക്ക് ടിന്നൊക്കെ റെഡിയാക്കി തന്നു, ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ബാറ്ററൊക്കെ അതിലിട്ടൊന്ന് തട്ടി കൊടുത്ത് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കേക്ക് ഉണ്ടാക്കാനല്ല ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞിട്ടുള്ള അത് പാത്രങ്ങൾ കഴുകാൻ, എൻ്റെ അമ്മോ പാത്രങ്ങൾ കഴുകാൻ ഭയങ്കര പാടാട്ടോ. പുലർച്ചയ്ക്ക് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തത്. അത്ര സമയമായി എല്ലാ പണികളും കഴിഞ്ഞ് വന്നപ്പോഴേ. പിന്നെ ആമിക്കുട്ടി ഉറങ്ങണമെങ്കിൽ പിന്നെ തിക്കും തിരക്കടിക്കേണ്ട കാര്യമില്ല. ആമിക്കുട്ടി എന്തായാലും 2 മണി കഴിയണം ഉറങ്ങണമെങ്കിൽ. അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട്. കേക്കൊക്കെ നല്ല കുട്ടപ്പനായിട്ട് പൊന്തി വന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇനി ബാക്കിയുള്ള പണികളൊക്കെ അമ്മൂസിൻ്റെ. അപ്പോൾ നൈറ്റ് 12:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഐസിങ് കഴിഞ്ഞു. ചോക്ലേറ്റ് കേക്കാണ് നമ്മൾ ഉണ്ടാക്കിയത്. ചോക്ലേറ്റ് വാരിക്കോരി ഒഴിച്ച് കേക്ക് നല്ല സൂപ്പറാക്കി എടുക്കണുണ്ട് ആമിക്കുട്ടിയല്ല അമ്മുക്കുട്ടി. അപ്പോൾ അതിൽ കാഷ്യും ബദാമും പിന്നെ മുന്തിരിയൊക്കെ മുന്തിരി ഇല്ല, കാഷ്യും ബദാമും ചതച്ചെടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്തെടുത്തത് എല്ലാവരും കൂടി കഴിക്കണം അവിടെ ഇരുന്ന്. ആമിക്കുട്ടിക്ക് അത് വലിയ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ പപ്പ അത് താന്ന് പറയുന്നുണ്ട്, കൊടുക്കണില്ല കേട്ടാ. വലിച്ചിട്ട് പോണാ. അപ്പോൾ ഇതൊക്കെയാണ് പുലർച്ചയ്ക്കുള്ള പണികൾ കേട്ടോ. ആമിക്കുട്ടിയെ ഉറങ്ങാത്ത കാരണം പിന്നെ കേക്ക് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യണനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉറങ്ങാണ്ടിരിക്കുക. പിന്നെ ഇപ്പോൾ മഴയുടെ ഇത് കാരണം സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നേരത്തെ എണീക്കേണ്ട ഇതില്ലാത്ത കാരണം എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കേക്ക് ഡെക്കറേഷൻ ചെയ്യുന്നതൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാട്ടോ. അമ്മൂസ് അതെങ്ങനെ ചെയ്യുന്നത് കാണാൻ. ഇതെങ്ങനെയമ്മോ എന്നൊക്കെ ചോദിച്ച് നിൽക്കുന്നുണ്ട് പപ്പ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അമ്മോട് ഉറങ്ങാൻ പറഞ്ഞിട്ട് അമ്മയും ഞങ്ങളുടെ ഈ വർത്താനം ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. 12:30 ആരും ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, നമ്മളൊക്കെ ഓക്കെ ആയിട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. പക്ഷേ എങ്കിലും നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ. നെക്സ്റ്റ് വ്ളോഗായിട്ട് വരാം കേട്ടോ. താങ്ക് യു.